പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ വിശ്വാസ സമൂഹത്തിനും യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ അഭിവാദനം. ഇന്ന് 2025 മെയ് മാസം 29 വ്യാഴാഴ്ച. ദൈവത്തിന്റെ ആർദ്രകരുണയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം നമുക്കേവർക്കും എല്ലാ നിലകളിലും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ജീവജലത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായം 11 വാക്യം. ജെറമ്യ ചാപ്റ്റർ 31 വേഴ്സ് 11 നാം ഇപ്രകാരം വായിക്കുന്നു: യഹോവ യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്നും അവനെ രക്ഷിച്ചിരിക്കുന്നു. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ അനേക സന്ദർഭങ്ങളിൽ യാക്കോബിനെ വിശുദ്ധ വചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു. യിരെമ്യാവ് 31 യാക്കോബിനോട് ഇസ്രയേലിനോടുള്ള ദൈവത്തിന്റെ കൃപ, കരുതൽ എത്ര ഉന്നതമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രയേൽ ജനമേ, നിനക്കൊരു മടങ്ങിപ്പോക്ക്, ധന്യമായ ജീവിതം, ഫലഭൂയിഷ്ടമായ മണ്ണ്, അനുഗ്രഹമേറിയ ജീവിത ശൈലി ഇവ നൽകുമെന്ന് ഉറപ്പിച്ച് ആവർത്തിച്ചും പറയുന്നു. അങ്ങനെ വചനത്തിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം, യാക്കോബിനെ വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ യാക്കോബിന്, ഇസ്രയേലിന് ജയിക്കാൻ പറ്റാത്ത ജാതീയ രാജാക്കന്മാർ നാം വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ ദീർഘമായ വർഷങ്ങൾ പലയിടങ്ങളിലായി ഇസ്രയേൽ ജനം തോറ്റ് തുന്നം പാടി ദൈവം ദണ്ഡനത്തിന് ഏൽപ്പിച്ചതായി നാം കാണുന്നു. എന്നാൽ ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നു, യാക്കോബിനെ സ്വർഗത്തിലെ ദൈവം വീണ്ടെടുത്ത് അവനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്നും രക്ഷിക്കുന്ന ഒരു ദൈവമാണ്. ഈ വാക്യത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് നൽകുന്ന ആലോചന, പ്രിയ ദൈവജനമേ, നാം നോക്കുമ്പോൾ നമ്മുടെ അനുഭവത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ചിന്തിക്കുന്തോറും ഒരറുതിയുമില്ലാതെ, ഒരു മറുപടിയുമില്ലാതെ, ഉത്തരവുമില്ലാതെ ചിന്തകൾ കാട് കയറി തല പൊട്ടിത്തെറിക്കുന്നത് പോലെ ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഇങ്ങനെ നമ്മുടെ സമനില തെറ്റുകയും ഭവനാന്തരീക്ഷം മാറുകയും ചെയ്യുന്നതല്ലാതെ ഒരു വ്യത്യാസവും ഈ കാര്യങ്ങളിൽ ഉണ്ടാകാറുമില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇന്ന് ആ നിലയിൽ ചിന്തിച്ച് ജീവിതം ഹോമിക്കുന്നവരോട് പറയുകയാണ്, നമ്മേക്കാൾ ബലവാന്റെ കയ്യിൽ നിന്നും വിടുവിച്ച് രക്ഷിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകൾ വളരെ വേദനാജനകവും ദയനീയവും ആയിരിക്കാം. മറ്റൊരാൾക്കും രക്ഷിക്കുവാനോ സഹായിക്കുവാനോ നിങ്ങൾക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞു തരുവാനോ കഴിയാത്ത വിധം പ്രതികൂല അവസ്ഥയും ആയിരിക്കാം. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ വിമോചിപ്പിക്കുവാൻ കഴിയുമെന്ന് ദൈവവചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. അതുകൊണ്ട് വേദനയിലും വിഷമത്തിലും നിരാശയിലുമായി ആരെങ്കിലും ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രശ്നങ്ങൾ എത്ര വലുതായിക്കൊള്ളട്ടെ, നിങ്ങൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളി നിങ്ങൾ ചിന്തിക്കാവുന്നതിന്റെ അപ്പുറമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ
നിങ്ങൾക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നവർ സാമ്പത്തികമായി ശക്തരാണ്. സാമൂഹികവും രാഷ്ട്രീയവും മറ്റ് ഇൻഫ്ലുവൻസും ഒക്കെ അനുസരിച്ച് നോക്കിയാൽ അതിശക്തന്മാരാണ്. നിങ്ങൾക്കൊരു വിധത്തിലും അടുക്കുവാൻ കഴിയുകയില്ല. എന്നാൽ വിശുദ്ധ വചനം നാം പഠിക്കുമ്പോൾ ഇടിമുഴക്കത്താൽ ഇസ്രായേൽ ജനത്തെ വിജയിപ്പിച്ച, ശത്രുവിന്റെ കയ്യിൽ നിന്നും മോചിപ്പിച്ച ഒരു ദൈവമുണ്ട്. തേനീച്ചയാൽ ഇസ്രായേൽ ജനത്തിന് വിജയം വരിക്കുവാൻ ഇടയാക്കിയ ഒരു ദൈവമുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ ബുദ്ധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് പ്രശ്നത്തെ നോക്കുന്നതും ദൈവത്തെ അളന്ന് പരിമിതപ്പെടുത്തുന്നതും. ഇതിനപ്പുറത്ത് ഇനി എന്ത് നടക്കാനാ? എങ്ങനെ ഇതിനപ്പുറത്തോട്ട് പോകും? ഇതല്ലേ നമ്മുടെ വിചാരം, നമ്മുടെ ചിന്ത. വേദപുസ്തകത്തിൽ ഇങ്ങനെ ചിന്തിച്ച അനേക ഭക്തന്മാരുണ്ട്, മരിക്കുവാൻ ആഗ്രഹിച്ചവരുണ്ട്, ഒരു നിമിഷം പോലും ജീവിക്കണ്ട എന്ന് സ്വയം വിളിച്ചു പറഞ്ഞവരുണ്ട്. എന്നാൽ അവർ നേരിട്ട സകല പ്രശ്നങ്ങളിൽ നിന്നും തമ്പുരാൻ അതിശക്തമായി, അതിസാഹസികമായി, അതിശയമായി അവരെ വിടുവിക്കുകയും ദൈവം അവരെ കൊണ്ട് ഉദ്ദേശിച്ച സകല ശുശ്രൂഷകളും പൂർത്തീകരിക്കുകയും ചെയ്തതായി ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ഭർത്താവിനെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, നിങ്ങളുടെ വിദൂരത്തായിരിക്കുന്ന മകൻ, മകൾ, അങ്ങനെയുള്ളവരുടെ വിഷയത്തിൽ പല പ്രതികൂലങ്ങൾ ഇപ്പോഴുണ്ട്, പല പ്രതിസന്ധികൾ ഇപ്പോഴുണ്ട്. നിയമങ്ങൾ വളരെ കർക്കശമാണ്, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എതിരാണ്. ഇനി മുൻപിൽ ഒരു വഴിയും ഇല്ല എന്ന് നാം തന്നെ തുറന്ന് സമ്മതിക്കുമ്പോൾ നിയമങ്ങളെ മാറ്റി എഴുതുന്ന ഒരു ദൈവം, സിംഹക്കൂട്ടിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം, അഗ്നിയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവം, ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്നുറങ്ങിയ ഏലിയാവിനെ വിളിച്ചുണർത്തുന്ന ദൈവം, ആ ദൈവം ഇന്നും ജീവിക്കുന്നു, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു. നമ്മളെക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്നും എന്നെയും നിങ്ങളെ വീണ്ടെടുത്ത് രക്ഷിക്കുന്ന ദൈവം ജീവിക്കുന്നു. കടബാധ്യതയാൽ മുങ്ങിത്താണ് കുടുംബമായി ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ എന്നുള്ള അവസ്ഥയിൽ ചിന്തിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? പല പ്രാവശ്യം ആവർത്തിച്ച് പരീക്ഷ എഴുതി, ഞാൻ ഇനിയും ഈ പ്രാവശ്യം കൂടെ പരീക്ഷ എഴുതുകയുള്ളൂ എന്ന് ഉള്ളത്തിൽ തീരുമാനിച്ച് അവസാനത്തെ പരീക്ഷയ്ക്കായി ഒരുങ്ങുന്നവർ എന്നെ കേൾക്കുന്നുണ്ടോ? അല്ല, ഇനി ഞാൻ ഇന്റർവ്യൂവിനെ പോവുകയില്ല, ഇനി ഇങ്ങനെ എനിക്കൊരു ജോലി വേണ്ട, നടന്ന് നാണം കെട്ടു, ഇനിയും എന്റെ മകൻ, എന്റെ മകൾക്ക് ഞാനായിട്ടൊരു വിവാഹം ആലോചിക്കുന്നില്ല, ആലോചിച്ച് മടുത്തു, ഇനി ദൈവഹിതം പോലെ നടക്കട്ടെ, ഇങ്ങനെയൊക്കെ സ്വയം ശപിച്ചും മടുത്തും നിരാശയിലായ മാതാപിതാക്കളോ യുവജന സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ എന്നെ കേൾക്കുന്നുണ്ടോ? സഹോദര, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മേക്കാൾ ബലവാനായ ഏത് ശത്രുവിന്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്ത് രക്ഷിക്കുന്ന ദൈവം ജീവിക്കുന്നു. നിങ്ങൾ കടന്നു പോകുന്ന ഇന്നിന്റെ ഏത് പ്രതികൂലത്തിൽ നിന്നും വിടുവിക്കുവാൻ ശക്തനായവൻ തന്നെയാണ്. ആ ദൈവകരങ്ങളിൽ ഈ പ്രഭാതത്തിൽ പരിപൂർണമായി ഏൽപ്പിക്കാം, സമർപ്പിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ വിഷയങ്ങളെ, നമ്മുടെ ഭാരങ്ങളെ തമ്പുരാന്റെ പാദപീഠത്തിൽ വിട്ടുകൊടുക്കാം. ഇന്ന് കർത്താവ് ഏറ്റെടുക്കട്ടെ. നമ്മുടെ ശത്രുവിനെ സ്വർഗം കാണട്ടെ. ദൈവത്തിന്റെ കൈയുടെ ബലമുള്ള ഭുജത്തിന്റെ വീര്യം ശത്രു തിരിച്ചറിഞ്ഞ് അവൻ സർവായുധ വർഗം കീഴടക്കി
ദൈവ പൈതലിന്റെ മുൻപാകെ മുഴങ്കാലമടക്കി ദൈവത്തിന് മഹത്വം കൊടുക്കത്തക്കവണ്ണം വിജയം തരുവാൻ ദൈവം മതിയായവനാ. ആ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളും ഞങ്ങളുടെ വിഷയങ്ങളും സങ്കീർണമായി ഞങ്ങളുടെ തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കുകയും ഞങ്ങളുടെ ചിന്തകളിൽ അതിനൊരു പോംവഴിയില്ലാതെ ഭാരപ്പെടുമ്പോൾ സകല പ്രശ്നത്തിനും എത്ര വലിയ ശത്രുവിനും മുകളിലായി ഞങ്ങളെക്കാട്ടിൽ ബലവാന്റെ സകല ബലത്തെയും കെടുത്തിക്കളഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നുവെന്ന് യിരെമ്യാ പ്രവാചകനിൽ കൂടെ ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ആ വലിയ ശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇതാ ഞങ്ങളെയും ഞങ്ങളുടെ വിഷയങ്ങളെയും സമർപ്പിക്കുന്നു. പല രാജ്യങ്ങളിലായിരുന്ന് ഈ ദൈവജനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കളെ അവിടുന്ന് കൈക്കൊള്ളണമേ. അവരുടെ ഇന്നിന്റെ പ്രശ്നങ്ങളെ തമ്പുരാൻ ഏറ്റെടുക്കണമേ. കർത്താവ് വിജയം നൽകണമേ. അനുഗ്രഹിക്കപ്പെട്ട ദിനമാക്കി ഇന്ന് തീർക്കണമേ. യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മൾ കടന്നു പോകുന്ന പല വിഷയങ്ങളും നമ്മുടെ മുമ്പിൽ അസാധ്യമാണ്. പലരും നമ്മളോട് മുഖത്ത് നോക്കി പറഞ്ഞു, അത് നടക്കുകയില്ല, നിങ്ങൾക്കത് ലഭിക്കുകയില്ല, ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. എന്നാൽ അങ്ങനെയുള്ള വിഷയത്തെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, യാക്കോബിനേക്കാൾ ബലവാനായവന്റെ കയ്യിൽ നിന്നും വീണ്ടെടുത്ത് രക്ഷിച്ച് ദൈവമക്കൾക്ക്, യാക്കോബിന് വിജയം കൊടുക്കുന്ന ബലമുള്ള ഒരു ദൈവം. ആ ദൈവം ഇന്ന് നമ്മുടെ സകല വിഷയത്തിന്മേലും ജയമെടുക്കട്ടെ. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളായി കർത്താവിനെ സാക്ഷിപ്പാൻ ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകരെയും സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.